ഹർത്താലായിട്ട് ശ്രു ചേച്ചി 10 മണിക്കാട്ടോ ട്യൂഷൻ വെച്ചത്. അനന്തു ഉണ്ടായോണ്ട് അവനങ്ങ് കൊണ്ടുവിട്ടു. ബൈ ദ ബൈ ശ്രു ചേച്ചി അനന്തു പാർട്ട്നേഴ്സ് ആണ്. എന്തിന്റെ പാർട്ട്നേഴ്സ് ആണെന്നല്ലേ കള്ളം അടിച്ച് വീട്ടിൽ നിൽക്കുന്നതിന്റെ. മുണ്ടഴിച്ചിട്ടില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കട്ടയ്ക്ക് വഴക്കുണ്ടാവുമെങ്കിലും രണ്ടുപേരുടെയും കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അതിന് സോൾവ് ആക്കി എടുക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അവന്റെ അമ്മ തന്നെയായിരുന്നു ഞാൻ. കാരണം അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെല്ലാം കള്ളയൊപ്പിട്ട് കൊടുക്കുന്ന ഞാനായിരുന്നേ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ രാജാവും അവൻ എന്റെ ബടയുമായിരുന്നു. കാരണം ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും അവനെ കൊണ്ട് ഞാൻ എടുപ്പിച്ച് കൊണ്ടു തരാറുണ്ടായിരുന്നു. ഇനി അഥവാ അവൻ എടുക്കാൻ വിസമ്മതം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം കൂടെ വിളിച്ചങ്ങ് കൂവും. പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇവൻ മണ്ടൻ എനിക്ക് എടുത്തോണ്ടും തരുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ കാണിച്ചതിന്റെ പ്രതികാരം എന്നോണം കുട്ടനോട് ഇതെല്ലാം എടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ പോയി പണി നോക്കാൻ പറയും കേട്ടോ മാമനോട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ അച്ഛനും അമ്മയും ജീവനുള്ള ഒരു കളിപ്പാട്ടം എനിക്ക് തന്ന പോലെയായിരുന്നു കേട്ടോ അനന്തുവിനെ തന്നത്. നീ പണിക്കൊന്നും പോണ്ടടാ, ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോ അനന്തു ഞാൻ ഒന്നാതെ ആടി നിൽക്കുവോ, അതിന്റെ കൂടെ എനിക്ക് തള്ളി തന്നാ ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. അങ്ങനെ അവൻ ട്രെയിൻ കയറി പോയപ്പോ മനസ്സിന് എന്തോ ഒരു സങ്കടമായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.